അറേബ്യയിലെ വിശാലമായ മരുഭൂമിയുടെ നടുവിൽ ചെറിയൊരു ഗ്രാമം ഉണ്ടായിരുന്നു. അവിടെ യൂസഫ് എന്നൊരു ബാലൻ തന്റെ ഉമ്മയോടും വാപ്പയോടും കൂടി താമസിച്ചു. വാപ്പ വളരെ ദരിദ്രനായിരുന്നു. ഉമ്മ വീട്ടിൽ ചെറുതായി നെയ്ത്ത് ജോലി ചെയ്ത് കുടുംബം പോഷിച്ചു. ഒരു രാത്രി യൂസഫ് വീടിന്റെ മേൽക്കൂരയിൽ ഇരുന്നു നക്ഷത്രങ്ങളെ നോക്കി. ഒരു നക്ഷത്രം പ്രത്യേകമായി പ്രകാശിച്ചു. അത് നോക്കി അവൻ പറഞ്ഞു, അല്ലാഹുവേ, ഒരുനാൾ ഞങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുമോ? അടുത്ത ദിവസം വാപ്പ അസുഖപ്പെട്ടു. ജോലി ചെയ്യാൻ കഴിയാതെ പോയി. ഉമ്മ കരഞ്ഞു. യൂസഫ് ഭയപ്പെട്ടു. അവൻ ആകാശത്തെ നോക്കി പറഞ്ഞു, എനിക്ക് ഒന്നും വേണ്ട, എന്റെ ഉമ്മയും വാപ്പയും സുഖമായിരിക്കണം. അന്ന് രാത്രി ഒരു അത്ഭുതം സംഭവിച്ചു. ഒരു പ്രകാശം വീട്ടിൽ നിറഞ്ഞു. വാപ്പയുടെ രോഗം മാറി. അടുത്ത ദിവസം ഒരു വ്യാപാരി ഗ്രാമത്തിലെത്തി. വാപ്പയോട് പറഞ്ഞു, നിന്റെ കയ്യിൽ സ്വർണം പോലെ വിലയുള്ള കഴിവുണ്ട്. എന്റെ കൂടെ ജോലി ചെയ്യൂ. വർഷങ്ങൾക്കുശേഷം യൂസഫിന്റെ കുടുംബം സമ്പന്നമായി. പക്ഷേ അവൻ ഒരിക്കലും ഉമ്മയെയും വാപ്പയെയും മറന്നില്ല. എപ്പോഴും പറഞ്ഞു, എനിക്ക് ലഭിച്ച എല്ലാം എന്റെ ഉമ്മയുടെയും വാപ്പയുടെയും ദ്വാവിന്റെ ഫലമാണ്. ഒരു രാത്രിയിൽ യൂസഫ് ഉമ്മയുടെ കൈ പിടിച്ചു പറഞ്ഞു, ഉമ്മയും വാപ്പയും ഉള്ള ദ്വായും സ്നേഹവും ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഉമ്മയും വാപ്പയും ഉള്ള ദ്വായും സ്നേഹവും ജീവിതത്തിലെ ഏറ്റവും. വാപ്പ അസുഖപ്പെട്ടതോടെ വീട്ടിലെ ചുമതല മുഴുവൻ യൂസഫിന്റെ തലയിലായി. അവൻ രാവിലെ സൂര്യൻ ഉദിക്കുന്നതിനു മുമ്പേ എഴുന്നേറ്റ് ഗ്രാമത്തിലെ ആളുകൾക്ക് വെള്ളം കൊണ്ടുപോകും. ചൂടുള്ള മഴയിലൂടെ ചെറുകാലുകൾ കൊണ്ട് നടക്കുമ്പോൾ പലപ്പോഴും അവന്റെ കാലുകൾ കുത്തിപ്പൊട്ടും. പക്ഷേ അവൻ ഒരിക്കലും പരാതിപ്പെടില്ല. ഉമ്മ പറഞ്ഞു, മകനേ, നീ ഇത്രയും കഷ്ടപ്പെടേണ്ട, പഠിക്കണം. യൂസഫ് പുഞ്ചിരിച്ച് മറുപടി പറഞ്ഞു, ഉമ്മ, എന്റെ കുടുംബം സുഖമായാൽ അതാണ് എന്റെ പഠനം. നക്ഷത്രങ്ങളോട് പറഞ്ഞ വാക്കുകൾ. ഒരു രാത്രിയിൽ യൂസഫ് വീണ്ടും മേൽക്കൂരയിൽ കയറി. ആകാശത്ത് നിറയെ നക്ഷത്രങ്ങൾ. ഒരു നക്ഷത്രം പ്രത്യേകമായി തെളിഞ്ഞു. അവൻ പറഞ്ഞു, അല്ലാഹുവേ, ഞാൻ വലിയവനായാൽ എന്റെ ഗ്രാമത്തിലെ കുട്ടികൾ ദുഃഖം അറിയരുത്. കണ്ണുകളിൽ കണ്ണീർ നിറഞ്ഞു. അവൻ മനസ്സിൽ തീരുമാനിച്ചു, ഞാൻ ഒരുനാൾ ഈ മരുഭൂമിയെ മാറ്റും. ജീവിതത്തിൽ വന്ന വലിയ അവസരം. ഒരു ദിവസം ദൂരദേശങ്ങളിൽ നിന്ന് ഒരു വലിയ അറബി വ്യാപാരി ഗ്രാമത്തിലെത്തി. അവൻ മരുഭൂമിയിൽ പുതിയ കൃഷി പദ്ധതികൾ തുടങ്ങാൻ ആളുകളെ അന്വേഷിക്കുകയായിരുന്നു. വാപ്പയുടെ പഴയ ഒട്ടകപരിപാലന പരിചയം കേട്ടപ്പോൾ അവൻ പറഞ്ഞു, നീ എന്റെ കൂടെ ജോലി ചെയ്താൽ നിന്റെ കുടുംബത്തെ ഞാൻ സഹായിക്കും. വാപ്പ ആദ്യം വിശ്വസിച്ചില്ല. പക്ഷേ യൂസഫ് പറഞ്ഞു, വാപ്പ, ഇത് അല്ലാഹുവിന്റെ ഉത്തരമാണ്. അങ്ങനെ വാപ്പ പുതിയ ജോലിയിൽ പ്രവേശിച്ചു. സമ്പന്നതയുടെ ആദ്യ പടി. മാസങ്ങൾക്കുള്ളിൽ അവരുടെ ജീവിതം മാറി. വാപ്പയ്ക്ക് നല്ല ശമ്പളം കിട്ടി. ഉമ്മയ്ക്ക് പുതിയ വസ്ത്രങ്ങൾ. യൂസഫിന് പുസ്തകങ്ങളും പഠനസൗകര്യവും. അവർ പഴയ മൺകുടിലിൽ നിന്ന് ഒരു വലിയ വീട്ടിലേക്ക് മാറി. പക്ഷേ യൂസഫ് ഓരോ ദിവസവും പഴയ കുടിലിലേക്ക് പോകും. അവിടെ ഇരുന്നു പറഞ്ഞു, ഇവിടെയാണ് എന്റെ സ്വപ്നം ആരംഭിച്ചത്. യൂസഫ് വലിയവനായപ്പോൾ വർഷങ്ങൾ കടന്നു. യൂസഫ് ഒരു യുവാവായി. അവൻ പഠനത്തിൽ മികച്ച വിദ്യാർത്ഥിയായി. ബിസിനസ്സും കണക്കും അറബി സാഹിത്യവും പഠിച്ചു. പിന്നീട് വാപ്പയുടെ ബിസിനസ്സിൽ സഹായിക്കാൻ തുടങ്ങി. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ യൂസഫ് വലിയ വ്യാപാരിയായി. പക്ഷേ അവന്റെ ഹൃദയം ഇപ്പോഴും അതേ ദരിദ്ര ബാലന്റെ പോലെ സുതാര്യമായിരുന്നു. വലിയ തിരിച്ചറിവ്. ഒരു ദിവസം യൂസഫ് തന്റെ പഴയ ഗ്രാമത്തിലേക്ക് തിരികെ പോയി. അവിടെ അവൻ കണ്ടത് അവന്റെ പഴയ ജീവിതം തന്നെയായിരുന്നു. വിശപ്പോടെ കുട്ടികൾ, വെള്ളം ഇല്ലാത്ത കുടുംബങ്ങൾ, പഠിക്കാൻ കഴിയാത്ത ബാലകർ. അവൻ കരഞ്ഞു. ഉമ്മയോട് പറഞ്ഞു, നമ്മൾ അനുഭവിച്ച ദുഃഖം ഇവർക്കും അനുഭവിക്കരുത്. അവൻ തീരുമാനിച്ചു, തന്റെ സമ്പത്ത് ഗ്രാമത്തിനായി നൽകും. മരുഭൂമിയിലെ ആദ്യ സ്കൂൾ. യൂസഫ് തന്റെ പണം ഉപയോഗിച്ച് ഗ്രാമത്തിൽ ഒരു വലിയ സ്കൂൾ പണിതു. പുസ്തകങ്ങളും അധ്യാപകരെയും കൊണ്ടുവന്നു. കുട്ടികൾ ആദ്യമായി ബെഞ്ചിൽ ഇരുന്നു പഠിച്ചു. അവർ പറഞ്ഞു, യൂസഫ് അണ്ണ,
ഞങ്ങളും നിങ്ങളുപോലെ വലിയവരാകണം. അവൻ പുഞ്ചിരിച്ചു പറഞ്ഞു. നിങ്ങൾ എന്നേക്കാൾ വലിയവരാകണം. വെള്ളത്തിന്റെ അത്ഭുതം. അടുത്തതായി യൂസഫ് ഗ്രാമത്തിൽ വലിയ കിണറുകൾ തുറന്നു. വെള്ളം ധാരാളമായി ലഭിച്ചു. മരുഭൂമി പച്ചയായി മാറി. ഗ്രാമത്തിലെ ആളുകൾ പറഞ്ഞു, ഇത് യൂസഫിന്റെ ദുആയുടെ ഫലമാണ്. വാപ്പയുടെ അവസാന വാക്കുകൾ. വർഷങ്ങൾക്കു ശേഷം വാപ്പ വളരെ വൃദ്ധനായി. ഒരു രാത്രി അവൻ യൂസഫിന്റെ കൈപിടിച്ചു പറഞ്ഞു, മകനേ, നീ ഞങ്ങളുടെ ദുആയുടെ ഫലമാണ്. നീ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ മരുഭൂമിയിൽ നഷ്ടപ്പെട്ടു പോയേനെ. ഉമ്മ കണ്ണുനിറച്ചു പറഞ്ഞു, മകനേ, നീ ജനിച്ചതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. യൂസഫ് പറഞ്ഞു, എനിക്ക് ലഭിച്ച എല്ലാം നിങ്ങളുടെ ദുആയും പ്രാർത്ഥനയും കൊണ്ടാണ്. ഒരു രാത്രിയിൽ യൂസഫ് വീണ്ടും മേൽക്കൂരയിൽ കയറി. അതേ നക്ഷത്രം ഇപ്പോഴും തെളിഞ്ഞു. അവൻ പറഞ്ഞു, അല്ലാഹുവേ, നന്ദി. നീ ഒരു ദരിദ്ര ബാലനെ മുഴുവൻ ഗ്രാമത്തിന്റെ പ്രത്യാശയാക്കി. നക്ഷത്രങ്ങൾ കൂടുതൽ പ്രകാശിച്ചു. മരുഭൂമി ശാന്തമായി. കഥയുടെ വലിയ സന്ദേശം. ഉമ്മയും വാപ്പയും ചെയ്യുന്ന ദുആ ജീവിതം മാറ്റും. ദരിദ്രതയിൽ നിന്ന് സമ്പന്നതയിലേക്കുള്ള വഴിയാണ് ദയയും ക്ഷമയും. ഒരാളുടെ നല്ല ഹൃദയം മുഴുവൻ ലോകം മാറ്റാൻ കഴിയും. അനുഗ്രഹമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവുചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും ഷെയർ ചെയ്യാനും മറക്കരുത്.